പ്രസവം കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എത്ര ദിവസം റെസ്റ്റ് എടുക്കണം എന്നുള്ളത്. റെസ്റ്റ് എടുക്കണമെന്നാണ് ആദ്യത്തെ കാര്യം. പ്രസവത്തിന്റെ സമയത്ത്, പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ശരീരത്തിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് രക്തം കട്ടപിടിക്കുന്ന ഘടകങ്ങളെല്ലാം വളരെ കൂടുതലായിരിക്കും. അതായത് പ്രസവം കഴിയുമ്പോൾ ഗർഭപാത്രം ചുരുങ്ങാനും രക്തസ്രാവം നിൽക്കാനും വേണ്ടി ഉള്ളൊരു മെക്കാനിസമാണ്. പ്രസവം കഴിഞ്ഞ് നമ്മൾ വല്ലാതെ റെസ്റ്റ് എടുക്കുക, കൈയും കാലും ഒന്നും അനക്കാതെ വെറുതെ കിടക്കുമ്പോൾ ഈ രക്തം കട്ടപിടിക്കാനുള്ള ഘടകങ്ങൾ കൂടുതലായത് കൊണ്ട് രക്തം കാലിൽ കട്ടപിടിക്കാനും അത് ലങ്സിലേക്ക് ഒക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വന്നേക്കാം. ഈവൻ ഒരു വശം തളരുക, അങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ വരെ വരാം തലച്ചോറിലോട്ട് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രസവം കഴിഞ്ഞ് വെറുതെ കിടക്കുന്നത് നല്ല കാര്യമല്ല. ധാരാളം വെള്ളം കുടിക്കുക, മുറിവ് ഉണങ്ങുന്നത് വരെ ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കുക, മുറിവ് ശ്രദ്ധിക്കുക, പ്രസവശേഷം പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കുക, ആവശ്യത്തിന് നമ്മുടെ ദാഹത്തിനനുസരിച്ച് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ മുറിവ് ഉണങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബെഡ് റെസ്റ്റ് പ്രഗ്നൻസിയിലും പ്രസവശേഷവും അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ ഭക്ഷണക്രമവും നമ്മൾ സാധാരണയിൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ച് വല്ലാതെ വണ്ണം വെക്കുക. പ്രസവം കഴിഞ്ഞ് വണ്ണം വെച്ചില്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഒരു വേവലാതിയാണ്. അത് വേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള പോഷകമൂല്യമുള്ള ആഹാരം കഴിച്ചാൽ മതി. ലേഹ്യം അങ്ങനെയുള്ള സാധനങ്ങൾ അനാവശ്യമായ രീതിയിൽ കൊടുത്തിട്ട് പ്രസവം കഴിഞ്ഞ കുട്ടിയെ വണ്ണം വെപ്പിക്കുന്നതും അശാസ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസവം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയല്ല, ആവശ്യത്തിനുള്ള ഒരു റെസ്റ്റ്, അല്ലാതെ കൈയും കാലും പോലും അനക്കാതെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല.